നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 2 ഇൻഗ്രീഡിയൻസ് മാത്രമല്ല സമ്മേഴ്സിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു ബൗളിൽ കുറച്ച് തൈര് എടുത്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര തൈര്. കൂടുതലായി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 2 ദിവസമൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ആവശ്യമുള്ളത്ര എടുക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൻ്റെ അകത്തേക്ക് നമ്മൾ 2 നുള്ള് ടർമറിക് അഥവാ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടിക്ക് ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് പിമ്പിൾസോ ആക്നിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗ്രാജുവലി ഇതിൽ എപ്പോഴും യൂസ് ചെയ്ത് വരുമ്പോൾ അത് കുറക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ കേട് നമ്മളെ ഫേസിനെ സ്മൂത്താക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഫേസ് പാക്കിന് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്നും യൂസ് ചെയ്യാം. ഇത് ഗ്രാജുവലി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ബാക്കിയുള്ള കെമിക്കൽസ് യൂസ് ചെയ്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫേസ് പാക്കിനെ പോലെ പെട്ടെന്ന് ഇതിൻ്റെ യൂസ് നിർത്തിയാൽ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഗ്ലോ പോയി പോകുന്നില്ല. ഇത് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. ഇത് നമുക്ക് 2-3 ദിവസത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. സമ്മേഴ്സിൽ ഇതൊരു പെർഫെക്റ്റ് ഫേസ് പാക്കാണ്. ഓക്കെ, അപ്പോൾ 5 or 10 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇങ്ങനൊരു കൺസിസ്റ്റൻസിലാണ് ഇത് നമുക്ക് കിട്ടുക. ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലായാൽ മാത്രമേ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്താൽ അവിടെ തന്നെ പിടിച്ച് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ നിന്ന് ഒലിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഫ്രിഡ്ജിൽ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഫേസിലെ ഡേർട്ടൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഏതൊരു ഫേസ് പാക്ക് ആയാലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഡേർട്ടിൻ്റെ മുകളിൽ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും തരും. അതായത് പിമ്പിൾസും ആക്നീസൊക്കെ വരാൻ കാരണം ആവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ കൈനെ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ബ്രഷൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രഷുള്ളവർക്ക് ബ്രഷിനെ കൊണ്ട് അപ്ലൈ ചെയ്യാം. ബ്രഷ് ആയാലും കൈനെ കൊണ്ടായാലും വാഷ് ചെയ്ത് ഡേർട്ടൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ബിക്കോസ് ഡേർട്ട് ഉണ്ടെങ്കിൽ ഇതൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് തരാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫേസിലെല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഒരു 1 or 2 ലെയേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ 2-3 ലെയേഴ്സ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്താൽ നന്നായിരിക്കും. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് 2-3 ദിവസത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫേസ് പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 2-3 ദിവസത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു സൈഡ് എഫക്ട്സോ ഒരു കാര്യവുമില്ലാത്ത ഒരു ഫേസ് പാക്കാണിത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ബിക്കോസ് 2ഉം നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കാനൊന്നുമില്ല. പോസിറ്റീവ് എഫക്റ്റ് എന്തായാലും തരുന്ന ഉറപ്പാണ്. ഗ്രാജുവലി നമ്മൾ ഫേസ് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ് പാക്ക് ഇട്ടിട്ട് റിമൂവ് ചെയ്ത പാടന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നല്ല. ഗ്രാജുവലി ഇത് നല്ല റിസൾട്ട് തരുന്നതായിരിക്കും. നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിമ്പിൾസും ആക്നെ മാർക്സും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ്. എന്നെപ്പോലെ ലേസി ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു DIY ഫേസ് പാക്കാണ് ഇത്.
അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഡ്രൈ ആവുന്നത് വരെ നമ്മുടെ ഫേസിൽ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു 20-30 മിനിറ്റ്സ് ഫേസിൽ വെച്ചതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം. എന്തായാലും ഈ ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.